നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചരിത്രത്തിൽ ഇടതുപക്ഷത്തെ നെഞ്ചോട് ചേർത്ത പാരമ്പര്യമാണ് കൊല്ലത്തിന് പറയാനുള്ളത്. എന്നാൽ കയ്യിലിരിപ്പ് കൊണ്ട് ആ കൊല്ലവും കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട് സഖാക്കന്മാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തോൽവി കൊല്ലത്ത് നിന്ന് കിട്ടിയത് ഇരിപ്പതായിരുന്നു CPM-ന്. അതിൽ നിന്ന് ഇതുവരെ ഒന്ന് തല പൊക്കാൻ കഴിഞ്ഞിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി കൊല്ലത്ത് നിന്നുണ്ടാകുമോ എന്നുള്ള ഭയം ഇപ്പോൾ തന്നെ CPM-നെ വേട്ടയാടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനകീയരായവരെ മാത്രം കൊല്ലത്ത് നിർത്തിയാൽ മതി എന്നുള്ള നീക്കത്തിലേക്കാണ് CPM ഇപ്പോൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ മുകേഷിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. മുകേഷിനെ ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നീ ഒറ്റയൊരുത്തനാണ് ഇതിനെല്ലാത്തിനും കാരണം എന്ന് CPM-കാരും പച്ചത്തെറി പറയുന്നു. അതായത് മുകേഷിന്റെ കയ്യിലിരിപ്പിന് വലിയ പണിയാണല്ലോ CPM-ന് കിട്ടിയത്. വെറുതെ അങ്ങനെ MLA കസേരയിൽ കയറിയിരിക്കുന്നു എന്നുള്ളതല്ലാതെ വലിയ നേട്ടമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ മുകേഷിന് ഇക്കുറി സീറ്റ് കൊടുക്കരുത് എന്നുള്ള ആവശ്യം കൊല്ലത്തെ സഖാക്കൾ തന്നെ ഉയർത്തിയിരിക്കുകയാണ്. അഥവാ ഇനി ഇതും മറികടന്ന് മുകേഷിനെ കൊണ്ടുവരാനാണെങ്കിൽ പ്രചാരണത്തിന് ഇറങ്ങില്ല എന്ന് കടുപ്പിച്ചു നിൽക്കുകയാണ് കൊല്ലത്തുള്ള പ്രവർത്തകരും നേതാക്കളുമൊക്കെ. കാരണം മുകേഷ് കാരണം വലിയ വയ്യാവേലികളാണ് CPM-ന് ഉണ്ടായത്. പെണ്ണ് വിഷയം ഉൾപ്പെടെ CPM-നെ തീച്ചൂളയിലേക്ക് കൊണ്ടിട്ടതിൽ പ്രധാനിയാണ് മുകേഷ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഹുലിനെ കാട്ടുകോഴി എന്ന് വിളിച്ചുകൊണ്ട് CPM-ന്റെ DYFI-യും SFI-യും ഒക്കെ വലിയ പ്രതിഷേധങ്ങളൊക്കെയാണല്ലോ നടത്തിയത്. അങ്ങനെ നോക്കുമ്പോൾ കൊല്ലത്തെ കാട്ടുകോഴിയാണ് മുകേഷ് എന്നും അയാൾക്ക് സീറ്റ് കൊടുത്താൽ അത് 8ന്റെ പണിയായിട്ട് തിരിച്ചു കിട്ടുമെന്നും കൊല്ലത്തെ നേതാക്കളും അണികളും പറയുന്നുണ്ട്. അതോടുകൂടി മുകേഷിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുകയാണ്. മുകേഷിനെ മാത്രമല്ല, ജനങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കി നിൽക്കുന്ന ഒരു ആൾക്കാരെയും കൊല്ലത്തിറക്കാൻ സാധ്യതയില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ചിന്താ ജെറോമിനെയൊക്കെ അടിച്ചു പുറത്താക്കിയിട്ടുണ്ട്. CPI-യുടെയും CPM-ന്റെയും പ്രധാന തട്ടകമായിരുന്നു കൊല്ലം. അതിനാൽ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനാകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ല സാക്ഷ്യം വഹിക്കുക എന്നതിൽ ഒരു തർക്കവുമില്ല. സംസ്ഥാന തലത്തിൽ UDF തരംഗമുണ്ടായ വർഷങ്ങളിൽ പോലും ഇടതുപക്ഷത്തെ വിടാതെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് കൊല്ലം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ ചിത്രമാകെ മാറുകയായിരുന്നു. അത് CPM-നോടും ഈ ഭരണകൂടത്തോടുമുള്ള ജനങ്ങളുടെ എതിർപ്പായി തന്നെ ചിത്രീകരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11 സീറ്റിൽ 9ഉം LDF-നായിരുന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 5 മണ്ഡലത്തിൽ UDF കരുത്തുകാട്ടി. അതിനാൽ തന്നെ നിയമസഭാ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് CPM, CPI നേതാക്കൾ ഇതിനോടകം തന്നെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. 2 ടേം നിബന്ധന ഒഴിവാക്കിയതോടെ വിജയ സാധ്യതയുള്ളവർ വീണ്ടും രംഗത്തിറങ്ങാനും സാധ്യതയുണ്ട്. മന്ത്രിമാരായ KN ബാലഗോപാൽ കൊട്ടാരക്കരയിലും J ചിഞ്ചുറാണി ചടയമംഗലത്തും KB ഗണേഷ് കുമാർ പത്തനാപുരത്തും വീണ്ടും മത്സരിച്ചേക്കും. ഇരവിപുരത്ത് M നൌഷാദിനും ചവറയിൽ ഡോക്ടർ സുജിത് വിജയൻ പിള്ളയ്ക്കും CPM വീണ്ടും അവസരം നൽകും എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. എന്നാൽ കൊല്ലത്ത് മുകേഷിനെ മാറ്റി നിർത്തും. പകരം ആക്ടിംഗ് ജില്ലാ സെക്രട്ടറി S ജയമോഹനെ കളത്തിലിറക്കാനും നീക്കമുണ്ടെന്നാണ് സൂചനകൾ. KSFE ചെയർമാൻ വരദരാജന്റെ പേരും പരിഗണനയിലുണ്ട്. കഴിഞ്ഞ തവണ നഷ്ടമായ കുണ്ടറയും കരുനാഗപ്പള്ളിയും പിടിക്കാൻ ഇത്തവണ പുതുമുഖങ്ങളെയാകും പരീക്ഷിക്കുക. കുണ്ടറയിൽ CPM സ്ഥാനാർത്ഥിയും കരുനാഗപ്പള്ളിയിൽ CPI സ്ഥാനാർത്ഥിയുമാണ് മത്സര രംഗത്തുണ്ടാകുക. തദ്ദേശത്തിൽ UDF മിന്നും പ്രകടനം കാഴ്ചവെച്ചതോടെ അതിന്റെ പ്രതിഫലനം കൊല്ലത്തും പ്രകടമായി. മണ്ഡലാടിസ്ഥാനത്തിൽ തദ്ദേശ ഫലത്തെ നിരീക്ഷിക്കുമ്പോൾ മിക്കയിടത്തും ഇഞ്ചോടിഞ്ചാണ് പോരാട്ടം നടന്നത്. പല നിയമസഭാ സ്ഥാപനങ്ങളുടെയും സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുമുണ്ട്. ഗ്രാമപഞ്ചായത്തുകളിലെ നേരിയ ഭൂരിപക്ഷവും നഗരസഭകളിലെ മുന്നേറ്റവുമാണ് LDF-ന് തുണയായതെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും ഉണ്ടാക്കിയ മുന്നേറ്റം UDF-നെ കരുത്തരാക്കി. കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഡിവിഷനുകളിൽ 12 ഡിവിഷനുകളിൽ UDF മുന്നിലെത്തി. 5 ഡിവിഷനുകളിൽ LDF-ഉം 4 ഡിവിഷനുകളിൽ BJP-യുമായിരുന്നു മുന്നിൽ. മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തൃക്കരുവ UDF-നെ തുണച്ചപ്പോൾ പനയം LDF-ന്റെ കൂടെ നിന്നു. ഇരവിപുരം നിയമസഭാ മണ്ഡലത്തിലെ ഡിവിഷനുകളിൽ 11 ഇടങ്ങളിലാണ് UDF മുന്നേറ്റം നടത്തിയത്. കൊല്ലത്തെ അപേക്ഷിച്ച് ഭേദപ്പെട്ട പ്രകടനം LDF കാഴ്ചവെച്ചുവെങ്കിലും 8 സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു. BJP 5 ഡിവിഷനുകളിൽ പിടിച്ചപ്പോൾ SDPI 1 ഡിവിഷനിൽ ജയിച്ചു. കോർപ്പറേഷൻ ഭാഗത്ത് പുറമെ മണ്ഡലത്തിൽ വരുന്ന മയ്യനാട് പഞ്ചായത്തിൽ UDF അട്ടിമറി വിജയവും നേടിയിരുന്നു. ചവറ നിയമസഭാ മണ്ഡലത്തിൽ വരുന്ന 5 പഞ്ചായത്തുകളിൽ 4ഉം നേടിയായിരുന്നു UDF കുതിപ്പ് നടത്തിയത്. ചവറ, നീണ്ടകര, പന്മന, തേവലക്കര എന്നീ പഞ്ചായത്തുകളായിരുന്നു UDF നേടിയത്. LDF-ന്റെ വിജയം തെക്കുംഭാഗം പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങി. UDF തരംഗത്തിനിടയിൽ LDF വലിയ മുന്നേറ്റം കാണിച്ചത് കൊട്ടാരക്കര മണ്ഡലത്തിലായിരുന്നു. കൊട്ടാരക്കര നഗരസഭയ്ക്ക് പുറമെ കരീപ്ര,
കുളക്കട, മൈലം, വെളിയം എന്നീ പഞ്ചായത്തുകളും കൂട്ടി 5 തദ്ദേശ സ്ഥാപനങ്ങൾ LDF സ്വന്തമാക്കിയിരുന്നു. എഴുകോൺ പഞ്ചായത്ത് മാത്രമാണ് UDFന് ലഭിച്ചത്. NDA നെടുവത്തൂർ പഞ്ചായത്തിൽ ജയിക്കുകയും ചെയ്തു. ഉമ്മന്നൂർ പഞ്ചായത്തിൽ UDFും LDFും തുല്യനിലയിലായിരുന്നു. പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിലെ 8 തദ്ദേശ സ്ഥാപനങ്ങളിൽ 6ഇടത്തും UDF വിജയം നേടിയിരുന്നു. പത്തനാപുരം, പട്ടാഴി, വടക്കേക്കര, പിറവന്തൂർ, തലവൂർ, മേലില എന്നീ പഞ്ചായത്തുകളിലൊക്കെ വിജയിച്ചിരുന്നു. പുനലൂർ മണ്ഡലത്തിൽ LDFന് തന്നെ മുന്നേറ്റമുണ്ടായിരുന്നു. പുനലൂർ നഗരസഭ, അഞ്ചൽ, ആര്യങ്കാവ്, എരൂർ, കരവാളൂർ, തെന്മല എന്നീ പഞ്ചായത്തുകളും LDF സ്വന്തമാക്കിയിരുന്നു. UDF വിജയം ഇടമുളയ്ക്കൽ, കുളത്തൂപ്പുഴ എന്നീ പഞ്ചായത്തുകളിൽ ഒതുങ്ങി. കുണ്ടറ നിയമസഭാ മണ്ഡലത്തിലെ 7 ഗ്രാമപഞ്ചായത്തുകളിൽ 4 പഞ്ചായത്തുകൾ UDFും 3 പഞ്ചായത്തുകൾ LDFും വിജയിച്ചിരുന്നു. LDF കോട്ടയായ ചടയമംഗലം നിയമസഭാ മണ്ഡലത്തിൽ തുല്യനിലയിൽ LDFും UDFും എത്തി. 8 പഞ്ചായത്തുകളിൽ 4 വീതമാണ് ഇരു മുന്നണികളും ജയിച്ചത്. ത്രിതല തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലെ ജില്ലയിലെ ഏറ്റവും മികച്ച വിജയവുമായി UDF നേട്ടം കൊയ്തപ്പോൾ പല നിയമസഭാ സ്ഥാപനങ്ങളുടെയും സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നിരുന്നു. അതിനാൽ തന്നെ ചരിത്രം തിരുത്താനാണ് ഇക്കുറി UDFന്റെ പടപ്പുറപ്പാട്. UDFന്റെ സിറ്റിംഗ് MLAമാരായ PC വിഷ്ണുനാഥ് കുണ്ടറയിലും CR മഹേഷ് കരുനാഗപ്പള്ളിയിലും വീണ്ടും ജനവിധി തേടും എന്നാണ് വിവരങ്ങൾ. ചവറയിൽ ഷിബു ബേബി ജോണിനെയും കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂരിനെയും വീണ്ടും രംഗത്തിറക്കാനാണ് RSPയുടെ നീക്കം. കൊല്ലത്ത് ബിന്ദു കൃഷ്ണയും പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയും ചടയമംഗലത്ത് MM നസീറും വീണ്ടും മത്സരിക്കാൻ സാധ്യതയുണ്ട്. BJPയിലേക്ക് വന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ നൽകുന്നത് ശുഭപ്രതീക്ഷ തന്നെയാണ്. നിലവിലെ ട്രെൻഡ് വെച്ച് കഴിഞ്ഞ 2 തവണ 2ാം സ്ഥാനത്തെത്തിയ ചാത്തന്നൂരിൽ ഇക്കുറി അക്കൗണ്ട് തുറക്കാനാകുമെന്ന് വലിയ കണക്കുകൂട്ടലിലാണ് BJP ദക്ഷിണ മേഖലാ പ്രസിഡന്റ് BB ഗോപകുമാറിന് തന്നെയാണ് 3ാം തവണയും ഇവിടെ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. കൊല്ലത്ത് സംസ്ഥാന വക്താവ് കേണൽ S ഡിന്നിയും പരിഗണനയിലുണ്ട്. ഇത്തരത്തിൽ കൊല്ലം പിടിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് മുന്നണികളെല്ലാം തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ LDFന് അടിപതറുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം കൊല്ലത്തിന്റെ ചരിത്രം അത് ഇടതിനൊപ്പം നിന്ന ചരിത്രമാണ്. പക്ഷേ ആ ചരിത്രം ഇത്തവണ തിരുത്തി കുറിക്കപ്പെടുമോ? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അത് ഭരണവിരുദ്ധ വികാരം എന്ന് വിലയിരുത്തപ്പെടുകയും ശബരിമലയൊക്കെ ചർച്ചയായത് തന്നെയാണ് എന്നുള്ള വ്യാഖ്യാനവും വരും. അങ്ങനെ വന്നാൽ അത് ഇടതിന് വലിയ തിരിച്ചടിയാണ്, ക്ഷീണമാണ്, തലപൊക്കാൻ കഴിയാത്ത ക്ഷീണം. ഇവിടെയാണ് കൊല്ലം കൊണ്ടുപോയി കളഞ്ഞു കുളിച്ചതിൽ കൊല്ലത്തെ തന്നെ CPM നേതാക്കൾ നേതൃത്വത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. മുകേഷിനെ പോലെയുള്ളവർക്ക് അവസരം കൊടുത്ത് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയെന്നും മുകേഷിനെയൊക്കെ പ്രതിരോധിക്കാൻ നിന്ന് പാർട്ടി നാണം കെട്ടുവെന്നും ഇനിയും ആ നാണം കെട്ടവനെ ഒന്നും പാർട്ടിയിലേക്ക് അടുപ്പിക്കരുത് എന്നുമാണ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.